If you have blush blindness, then I have SPF blindness. ഞാനൊരു 30ഓളം സൺസ്ക്രീൻസ് ട്രൈ ചെയ്തിട്ടുണ്ടാവും. ആൻഡ് ഇന്നത്തെ എൻ്റെ എപ്പിസോഡ് നമ്പർ 1-ൽ ഞാൻ റാൻഡംലി ഒരു സൺസ്ക്രീൻ പിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് റിവ്യൂ തരാം. സൺസ്ക്രീൻ പിക്ക് ചെയ്യാണ്. ഇത് ഡെർമാക്കോടെ അവരുടെ 1% സൺസ്ക്രീൻ അക്വാ ജെൽ sunscreen and it has SPF of 50 and PA of 4+ rating. It is fragrance free and it has hyaluronic acid. So ഇതിൻ്റെ ബാക്കിൽ ഒരു 2023 അല്ലെങ്കിൽ 2024 ഞാൻ എപ്പോഴും യൂസ് ചെയ്തിരുന്ന സൺസ്ക്രീൻസിൽ ഒന്നായിരുന്നു കേട്ടോ. പക്ഷേ ഇതിനേക്കാൾ കൂടുതൽ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ആർക്കാണ് ഏറ്റവും ബെസ്റ്റ് സ്യൂട്ടാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡ്രൈ സ്കിൻ ആണ് ആൻഡ് ഓൾസോ യു ഹാവ് സെൻസിറ്റീവ് സ്കിൻ, സെൻസിറ്റൈസർ ആണ് സ്കിൻ ടൈപ്പ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് വർക്ക് ചെയ്യും കേട്ടോ. ബിക്കോസ് ഇതിൻ്റെ ടെക്സ്ചർ വന്നിട്ട് കുറച്ചുകൂടി ക്രീമിയർ ആണ്, കുറച്ചുകൂടി തിക്കർ ആണ്. സോ ആൻഡ് ഓൾസോ പ്രൊവൈഡ്സ് എ ബ്യൂട്ടിഫുൾ ഗ്ലോ. ആൻഡ് എനിക്ക് ഓർമ്മയുണ്ട് സ്കിൻ ഇറിറ്റേഷൻ ഒക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ സൺസ്ക്രീൻ യൂസ് ചെയ്തപ്പോൾ പോലും എനിക്ക് അങ്ങനെ വലിയ കാര്യമായിട്ട് പ്രശ്നമൊന്നുമില്ലായിരുന്നു. വന്നിട്ട് ഇത് വന്നിട്ട് ഡോട്ട് ആൻഡ് ഗീഡ് അതായത് സ്ട്രോബെറി ഡ്യൂ സൺസ്ക്രീൻ ലിസ്റ്റ് ആണ് കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ പാക്കേജിങ് നോക്കി എന്തെങ്കിലും നിങ്ങൾക്ക് കാണുന്നുണ്ടോ? ഇങ്ങനെ ചുരണ്ടി പോകുന്ന ഒരു പാക്കേജിംഗ് ആണ്. പാക്കേജിംഗ് വൈസ് ഭയങ്കര അബദ്ധമാണ്, മോശമാണ്. ആൻഡ് പാക്കേജിംഗ് വൈസ് മാത്രമല്ല ഇതിനെപ്പറ്റി ഭയങ്കര സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര വൈറലായിക്കൊണ്ടിരിക്കുന്ന സൺസ്ക്രീൻ സ്പ്രേ ആണ് കേട്ടോ. ഒരുപാട് പേര് ഇതിൻ്റെ ഭയങ്കര പെയ്ഡ് ആണോ അല്ലെങ്കിൽ ഐ ഡോണ്ട് നോ വാട്ട് കൈൻഡ് ഓഫ് വീഡിയോസ് ദാറ്റ്. പക്ഷേ എനിക്ക് പേഴ്സണലി യൂസ് ചെയ്തിട്ട് ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു സൺസ്ക്രീൻ സ്പ്രേ ആണ്. നമ്മൾ കൈ ഒന്നും യൂസ് ചെയ്യാണ്ട് നമുക്കിങ്ങനെ പോകുമ്പോഴൊക്കെ ഈസിലി നമുക്ക് റീഅപ്ലിക്കേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ സൺസ്ക്രീൻ സ്പ്രേ യൂസ് ചെയ്യുന്നത്. ആൻഡ് വെൻ യു യൂസ് ദി സൺസ്ക്രീൻ നമുക്ക് ടെസ്റ്റ് വരെ മാറ്റാം. കണ്ടോ ഇതെങ്ങനെയാണ് നമുക്ക് കൈ ഉപയോഗിച്ച് ബ്ലെൻഡ് ചെയ്യാൻ എടുക്കാൻ പറ്റുക? ഇറ്റ് ലീവ്സ് ദി വൈറ്റ് കാസ്റ്റ് ഗൈസ്. അതുപോലെ നമുക്ക് മേക്കപ്പിൻ്റെ മേലൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ മേക്കപ്പിൻ്റെ മേലെ യൂസ് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് എൻ്റെ മേക്കപ്പിനെ ഇറക്കി കളയുന്ന പോലെയും ഒട്ടും തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട സൺസ്ക്രീൻ ആണിത്. ഇതിൻ്റെ ഫിനിഷും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് ആഫ്റ്റർ ബ്ലെൻഡിങ്. പക്ഷേ ഇതിൻ്റെ ഒരു മെയിൻ തിങ് ഇല്ലേ ആസ് ഫോർ റീഅപ്ലിക്കേഷൻ അതെനിക്ക് ഈ ഒരു സൺസ്ക്രീൻ ഉപയോഗിച്ചിട്ട് തീരെ ഒട്ടും തന്നെ നടക്കാത്ത കാര്യമാണ്. ആൻഡ് ഓൾസോ ഞാൻ ഇതിനെ യൂസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഐ യൂസ് ടു മൈ ബോഡി, ഐ യൂസ് ടു മൈ നെക്ക്, അങ്ങനെയാണ് ഞാനിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇത് വന്നിട്ട് ഹൈഫിൻ്റെ അവരുടെ സൺമിൽക്ക് 100% മിനറൽ സൺസ്ക്രീൻ ആണ്. ഇ ഗോട്ട് 98% സിങ്ക് ഓക്സൈഡ് ആണുള്ളത്. ആൻഡ് ഇറ്റ് ഓൾസോ ഹാസ് SPF of 50 and PA of 4+ rating. ഈ സൺസ്ക്രീനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ട്രൈ ചെയ്ത് വെച്ചിട്ട് വൺ ഓഫ് ദ ബെസ്റ്റ് മിനറൽ സൺസ്ക്രീൻ ആണ് കേട്ടോ. നിങ്ങൾ പ്രഗ്നന്റ് ആൾക്കാരാണെങ്കിൽ ലാക്ടേറ്റീവ് മദേഴ്സ് ഒക്കെ ആണ് എങ്കിൽ നിങ്ങൾ കെമിക്കൽ സൺസ്ക്രീൻസ് മാക്സിമം ഒഴിവാക്കുക കംപ്ലീറ്റ്ലി സ്റ്റിക്ക് ടു മിനറൽ സൺസ്ക്രീൻസ്. നിങ്ങൾക്ക് നമ്മുടെ മാർക്കറ്റിൽ ഇപ്പോൾ കിട്ടാൻ വെച്ചിട്ട് ബെസ്റ്റ് മിനറൽ സൺസ്ക്രീൻ ആണ് കേട്ടോ. ബിക്കോസ് ഇതിൻ്റെ വൈറ്റ് കാസ്റ്റ് അങ്ങനെ ഒട്ടും തന്നെ ഇല്ല. വിത്തിൻ ഒരു 2 minutes കൊണ്ട് നമുക്ക് ഇത് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി നമുക്ക് ഒരു വൈറ്റ് കാസ്റ്റും കാര്യങ്ങളും തരില്ല. ആൻഡ് ഇത് വന്നിട്ടൊരു സെമി മാറ്റ് കൈൻഡ് ഓഫ് എ ഫിനിഷ് ആണ്. ഭയങ്കര ഗ്ലോയും അല്ല, ഭയങ്കര എക്സ്ട്രീംലി മാറ്റും അല്ല. അതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു ഫൗണ്ടേഷൻ പറയുന്നത് സൺസ്ക്രീൻ ആണ്. എന്ത് സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോഴും ഈ കണ്ണിൻ്റെ സൈഡിലോട്ട് വരുമ്പോൾ ഭയങ്കര വെള്ളവും നീർച്ചയൊക്കെ ഉണ്ടാകുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഒരു സൺസ്ക്രീൻ വന്നിട്ട് നിങ്ങൾക്ക് എന്തായാലും സൂട്ടാം. ബിക്കോസ് ഇറ്റ്സ് 100% മിനറൽ സൺസ്ക്രീൻ. സോ ഇതിൻ്റെ പാർട്ട് 2 വേണമെങ്കിൽ പ്ലീസ് ലെറ്റ് മീ നോ ഇൻ ദ കമന്റ്സ്. ഓക്കെ, ടാറ്റാ.